പോ എണീറ്റ് പോ. എണീറ്റ് പോ പോവാൻ. ആഹാ എല്ലായിടവും കുഴിച്ച് വെച്ചേക്കാണല്ലോ. നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ ഒരിത്തിരി നേരം അശ്രദ്ധമായിട്ടിരുന്നാൽ ആവശ്യമില്ലാത്തതുപോലെ നായ്ക്കൾ നമ്മുടെ പറമ്പിൽ കയറും കേട്ടോ. ഇതുപോലെ നമ്മുടെ ലൈഫിലും നമ്മളൊന്ന് ഇത്തിരി ഏക്കം കുറച്ചാൽ അല്ലെങ്കിൽ നോ പറയാൻ ഇത്തിരി തയങ്ങിയാൽ പലരും നമ്മുടെ ലൈഫിൽ ഇടിച്ചു കയറി അവരുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കും. ആദ്യം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇത്തിരി വൈകി മനസ്സിലാക്കിയാലും അപ്പം തന്നെ ഓടിച്ചു വിട്ടേക്കണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ക്യാരക്ടറിനെ മോശമായി ബാധിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആരെയും ഒന്നിനെയും അടുപ്പിച്ചേക്കരുത്. ചിലപ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നും, പക്ഷെ നമ്മൾ യൂസ്ഡ് ആവും. ബൈ ദ വേ, പല്ലുവേദന എൻ്റെ കൂടപ്പിറപ്പാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ലൂക്കോ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് പോയിട്ടും ആ ഡോക്ടർമാർക്ക് മമ്മയുടെ പല്ലിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റില്ലെങ്കിൽ പല്ലിനല്ല കുഴപ്പം, അവിടുത്തെ ആൾക്കാർക്കായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ചു കേട്ടോ. ഇവിടെ എനിക്ക് അഫോർഡബിൾ റേറ്റിൽ റൂട്ട് കനാലും കാര്യങ്ങളൊക്കെ ചെയ്തു, ഫുഡും ഒക്കെ കഴിച്ച് വീട്ടിലെത്തി. എൽസൂനൊരു പുതിയ ശീലം തുടങ്ങാമെന്ന് വെച്ചു. പഴയൊരു ശീലം ഉണ്ടായിരുന്നതാണ് ദിവസവും കണക്കെഴുതുക. ഇതിപ്പം മാനം നോക്കി ഓടണമെന്നത് വെറുതല്ല. എൻ്റെ പൊന്നു തമ്പുരാനെ, ചിലവ് മാത്രമേ ഉള്ളൂ, വരവൊന്നും ഇല്ലേ എന്നാണ് ആ ആകുലപ്പെടൽ. ഇത് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ഒനിയലിലെ ബീഫ് ബിരിയാണിയാണ്. ഞാൻ ഒനിയലിലെ ബീഫ് ബിരിയാണിയുടെ ഒരു വലിയ ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 നേരം കിട്ടിയാലും ആ അച്ചാറും ആ സാലഡും ഒക്കെ കൂട്ടി ഞാനിങ്ങനെ കുഴച്ചടിക്കും. അതിപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ. അവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് കേട്ടോ. അയൽവക്കത്ത് ചക്ക ഉണ്ടായാലും നമുക്ക് ഹാപ്പിയാണ്. കാരണം അയൽവക്കത്ത് നന്നായിരുന്നാലേ നമ്മളും നന്നാവുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലിൽ വിശ്വസിക്കുന്ന ആൾക്കാരാട്ടോ നമ്മൾ. പറഞ്ഞതുപോലെ ചക്ക പഴുത്തപ്പോഴത്തേക്കും ഓളമ്മ അമ്മയ്ക്കൊരു പങ്ക് കൊടുത്തു കേട്ടോ. ഞാനിവിടെ ആയിരുന്നുകൊണ്ട് അമ്മ വീഡിയോ ഫോട്ടോയൊക്കെ അയച്ചു തന്നു. അതിനുശേഷം ചേർത്തലയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഗവൺമെൻറ് ഹോമിയോയിൽ പോയി. ചെറിയ ഗ്യാസിൻ്റെ അസ്കതിയൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ഡെവലപ്ഡാണ്. നമ്മൾ കൂപ്പണൊക്കെ എടുത്ത് അങ്ങനെ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യണം. ഇത് നല്ല രസമുണ്ടായിരുന്നല്ലേ. ഒരച്ഛൻ ഒരു മകൾക്ക് തൻ്റെ ബാലരമയിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് അവിടുന്ന്